എപ്പിസോഡ് തുടങ്ങുമ്പോൾ ഹീറോ ഒരു ടേസർ ഷോക്കേറ്റ് നിലത്ത് വീണ് കിടക്കുകയാണ്. ആ സമയത്ത് സമീപത്തുണ്ടായിരുന്ന കുറച്ച് കുട്ടികൾ എന്താണ് സംഭവിച്ചതെന്ന് നോക്കാനെത്തുന്നു. പക്ഷെ പെട്ടെന്ന് ഹീറോ കത്തി പുറത്തെടുത്ത് അവരെ ഭീഷണിപ്പെടുത്തുന്നു. അതിനിടെ കുട്ടികൾ ഹീറോയുടെ വീഡിയോ മൊബൈൽ പകർത്താൻ തുടങ്ങുന്നു. അതിനുശേഷം ഹീറോ വീണ്ടും ആ കുട്ടികളോട് ബൈക്കിൽ വന്ന ആളെക്കുറിച്ച് ചോദിക്കാൻ തുടങ്ങുന്നു. പക്ഷേ അവർക്ക് കൂടുതലൊന്നും അറിയില്ല. അതിനുശേഷം തേജു കിഡ്നാപ്പറെ കണ്ടെത്താൻ ഏറെ നേരം ചുറ്റും തിരയുന്നു. പക്ഷേ അവൻ്റെ ഒരു സൂചന പോലും ലഭിക്കുന്നില്ല. അപ്പോഴാണ് കുറച്ച് അകലെയായി എന്തോ കത്തിക്കൊണ്ടിരിക്കുന്നത് അവൻ്റെ ശ്രദ്ധയിൽപ്പെടുന്നത്. അവിടെ എത്തി നോക്കിയപ്പോൾ കിഡ്നാപ്പർക്കായി കൊണ്ടുവന്ന പണമാണ് മുഴുവൻ തീയിൽ കത്തിക്കൊണ്ടിരിക്കുന്നത്. അപ്പോഴാണ് തേജുവിന് സത്യം മനസ്സിലാകുന്നത്. താൻ ടേസർ ഷോക്കേറ്റ് ബോധം കെട്ട് വീണ സമയത്ത് ബൈക്കിലെത്തിയ ആ മനുഷ്യൻ തന്നെയായിരുന്നു യഥാർത്ഥ കിഡ്നാപ്പർ. അയാൾ പണം നിറഞ്ഞ ബാഗ് എടുത്ത് രക്ഷപ്പെട്ട ശേഷം അതിലെ മുഴുവൻ പണവും തീയിലിട്ട് കത്തിച്ചിരിക്കുന്നു. ഇതിനിടയിൽ കിഡ്നാപ്പറുടെ ഫോൺ കോൾ എത്തുന്നു. വളരെ ദേഷ്യത്തിലായിരുന്ന ആ കിഡ്നാപ്പർ തേജുവിനെ വീണ്ടും അധിക്ഷേപിക്കുകയും സേയുവിനെ കൊന്നുകളയുമെന്ന് ഭീഷണിപ്പെടുത്തുകയും ചെയ്യുന്നു. പണം കത്തിച്ചു കളഞ്ഞതിൻ്റെ കാരണം അവൻ വെളിപ്പെടുത്തുന്നു. തേജു നൽകിയ പണത്തിൽ യഥാർത്ഥ നോട്ടുകൾക്കൊപ്പം 50,000 വോണിൻ്റെ വ്യാജ നോട്ടുകളും കലർത്തിയിരുന്നതായി കിഡ്നാപ്പർ കണ്ടെത്തിയിരുന്നു. അതുകൊണ്ടാണ് ആ പണം മുഴുവൻ തനിക്ക് വേണ്ടെന്ന് വെച്ച് കത്തിച്ചു കളഞ്ഞത്. അതോടെ ആ കിഡ്നാപ്പർ ഹീറോയെ കഠിനമായി ഭീഷണിപ്പെടുത്തുന്നു. തൻ്റെ തെറ്റ് മനസ്സിലാക്കിയ ഹീറോ ഇതൊരു അവസാന അവസരമാക്കി ക്ഷമ ചോദിക്കുകയും യാചിക്കുകയും ചെയ്യുന്നു. പക്ഷേ ഹീറോ അറിയാതെ അവൻ നിൽക്കുന്ന കെട്ടിടത്തിൻ്റെ പിന്നിൽ ആ കിഡ്നാപ്പർ എല്ലാം നിരീക്ഷിച്ചു കൊണ്ടിരിക്കുന്നത്. പക്ഷേ ആ ടൈമിൽ ആ കിഡ്നാപ്പർ ഹീറോയിനോട് ഒരു കഥ പറഞ്ഞു. തൻ്റെ കോളേജ് കാലത്തെ പ്രൊഫസർ പറഞ്ഞ ഒരു കാര്യം. ജീവിതത്തിൽ ഓരോ മനുഷ്യനും 3 അവസരങ്ങളാണ് ലഭിക്കുന്നത്. ഹീറോയ്ക്ക് ഇതിനകം 2 അവസരങ്ങൾ നൽകിയെന്നും ഇത് 3ാമത്തെയും അവസാനത്തെയും അവസരമാണെന്ന് മനുഷ്യ പറയുന്നു. ഈ അവസരവും ദുരുപയോഗം ചെയ്താൽ ഒടുവിൽ ഹീറോയുടെ ഭാര്യ ജീവിച്ചിരിക്കില്ലെന്നും മുന്നറിയിപ്പ് നൽകുന്നു. ശേഷം കഥ ഒരു ഫ്ലാഷ് ബാക്കിലേക്ക് മാറുന്നു. കോളേജ് കാലത്ത് ഹീറോ എപ്പോഴും ഒറ്റയ്ക്കായിരുന്നു. ഒറ്റയ്ക്ക് പഠിക്കും, ഒറ്റയ്ക്ക് ഭക്ഷണം കഴിക്കും, ഒറ്റയ്ക്ക് കാപ്പി കുടിക്കും. അപ്പോഴാണ് സിയോൺ അവൻ്റെ ജീവിതത്തിലേക്ക് കടന്നു വരുന്നത്. സിയോൺ അവന് കാപ്പി വാങ്ങിക്കൊടുത്തുകൊണ്ട് ചോദിക്കുന്നു, നിനക്ക് ഫ്രണ്ട്സൊന്നുമില്ലേ? എപ്പോഴും ഒറ്റയ്ക്കല്ലേ? അതിന് ഹീറോ പറയുന്നത് തനിക്ക് ഒറ്റയ്ക്കിരിക്കുന്നതാണ് കംഫർട്ടബിൾ. അതുകേട്ട് സിയോൺ വീണ്ടും ചോദിക്കുന്നു, നിനക്ക് ശരിക്കും ഒറ്റയ്ക്കിരിക്കാനാണോ ഇഷ്ടം, അല്ലെങ്കിൽ നീ അതുമായി പൊരുത്തപ്പെട്ടു പോയതാണോ എന്ന് ചോദിക്കുന്നു. ആ ചോദ്യത്തിന് ഹീറോയ്ക്ക് ഒരു മറുപടിയും ഉണ്ടായിരുന്നില്ല. അതിനുശേഷം കുറച്ച് ദിവസങ്ങൾ സിയോണിനെ കാണാതെയാകുന്നു. അപ്പോഴാണ് ഹീറോയ്ക്ക് അവളെക്കുറിച്ച് ആശങ്ക തോന്നി തുടങ്ങുന്നത്. ഭക്ഷണം കഴിക്കുമ്പോഴും പഠിക്കുമ്പോഴും അവളെ തിരയാൻ തുടങ്ങുന്നു. ഒരു ദിവസം മഴ പെയ്യുമ്പോൾ സിയോൺ വീണ്ടും ഹീറോയുടെ മുന്നിലേക്ക് വരുന്നു. തൻ്റെ കുട നഷ്ടമായെന്നും കൂടെ വരാമോ എന്നും ചോദിക്കുന്നു. അപ്പോൾ ഹീറോ ചോദിക്കുന്നു, ഇത്രയും ദിവസം നീ എവിടെയായിരുന്നു? അതിന് സിയോൺ അതിശയത്തോടെ ചോദിക്കുന്നു, എന്നെക്കുറിച്ച് എന്തിനാണ് ചോദിക്കുന്നത്? ഹീറോ ഒടുവിൽ സമ്മതിക്കുന്നു, ഞാൻ നിന്നെക്കുറിച്ച് ശരിക്കും വിഷമിച്ചിരുന്നു. അത് കേട്ട സിയോണിൻ്റെ മുഖത്ത് സന്തോഷമാകുന്നു. തനിക്ക് പനി വന്നതുകൊണ്ടാണ് ഇത്രയും ദിവസം വരാൻ കഴിഞ്ഞില്ലെന്ന് അവൾ പറയുന്നു. അപ്പോൾ ഹീറോയ്ക്ക് മനസ്സിലാകുന്നു താൻ അറിയാതെ തന്നെ സിയോണിനെക്കുറിച്ച് കരുതാൻ തുടങ്ങിയെന്ന്. സിയോൺ ഹീറോയെക്കുറിച്ചും ആശങ്കപ്പെട്ടിരുന്നു. എപ്പോഴും ഒറ്റയ്ക്ക് ജീവിക്കുന്ന അവൻ്റെ ജീവിതം കണ്ടപ്പോൾ അവൾക്ക് വിഷമം തോന്നിയിരുന്നു. അവസാനം ഇരുവരുടെയും ഇടയിൽ ഒരു ചെറിയ നിമിഷമുണ്ടാകുന്നു. ആ അന്തരീക്ഷം മാറ്റാനായി സിയോൺ ചിരിച്ചുകൊണ്ട് ചോദിക്കുന്നു, അപ്പോൾ നീ എൻ്റെ ബോയ് ഫ്രണ്ട് ആകുമോ? അവിടെ നിന്നാണ് അവരുടെ പ്രണയം ആരംഭിക്കുന്നത്. വീണ്ടും ഇപ്പോഴത്തെ സമയത്തിലേക്ക് കഥ മടങ്ങുന്നു. സിയോൺ എവിടെയാണെന്ന് ഇപ്പോഴും ആർക്കും അറിയില്ല. സംഭവിച്ചതെല്ലാം ഹീറോ തൻ്റെ അമ്മാവനായ സിയോണിൻ്റെ അച്ഛനോട് തുറന്നു പറയുന്നു. തുടർന്ന് ഇരുവരും ചേർന്ന് ബാങ്കിൽ പോയി മോചനദ്രവ്യത്തിനുള്ള പണം ഒരുക്കുന്നു. പണം വീട്ടിലെത്തിച്ചപ്പോൾ സിയോണിൻ്റെ അമ്മ പോലീസിനെ വിളിച്ചിട്ടുണ്ടെന്ന് തേജുവിന് മനസ്സിലാക്കുന്നു. പോലീസ് കിഡ്നാപ്പറെക്കുറിച്ച് തേജുവിനോട് ചോദ്യം ചെയ്യുകയും അവൻ്റെ ഫോൺ കോളുകൾ നിരീക്ഷിക്കുകയും ചെയ്യുന്നു. അല്പസമയത്തിന് ശേഷം കിഡ്നാപ്പറുടെ വീഡിയോ കോൾ എത്തുന്നു. തേജു തയ്യാറാക്കിയ മുഴുവൻ പണവും ക്യാമറയിൽ കാണിച്ചു കൊടുത്ത് സിയോൺ സുരക്ഷിതയാണോ എന്ന് ചോദിക്കുന്നു. അപ്പോഴാണ് പിന്നിൽ നിന്ന് ഒരു പോലീസുകാരൻ്റെ ശബ്ദം കേൾക്കുന്നത്. അതോടെ കിഡ്നാപ്പർക്ക് സംശയം തോന്നുന്നു. ബാക്ക് ക്യാമറ ഓൺ ചെയ്ത് വീട്ടിലെ ഓരോ ഭാഗവും എനിക്ക് കാണിക്കൂ എന്ന് ആവശ്യപ്പെടുന്നു. തേജു പതുക്കെ ആ മുഴുവൻ വീടും കാണിച്ചു തുടങ്ങുന്നു. അതിനിടെ പോലീസുകാർ മുറിക്കുള്ളിൽ ഒളിക്കുന്നു. എന്നാൽ കിഡ്നാപ്പറുടെ സംശയം മാറുന്നില്ല. അപ്പോഴേക്കും സിയോണിൻ്റെ മാതാപിതാക്കളും ക്യാമറയ്ക്ക് മുന്നിലേക്ക് വരുന്നു. അവർ കിഡ്നാപ്പറോട് സംസാരിച്ച് കൂടുതൽ പണം നൽകാമെന്ന് വാഗ്ദാനം ചെയ്യുന്നു. എന്നാൽ കിഡ്നാപ്പർ ഒരു കാര്യം മാത്രമാണ് പറയുന്നത്, ഞാൻ സംസാരിക്കുന്നത് തേജുവിനോട് മാത്രമാണ്. അപ്പോഴാണ് സിയോണിൻ്റെ അമ്മ 5 ബില്യൺ വോൺ നൽകാമെന്ന് വാഗ്ദാനം ചെയ്യുന്നത്. അത് കേട്ട് കിഡ്നാപ്പർക്ക് വലിയ തുക ലഭിക്കുമെന്ന് പ്രതീക്ഷയാകുന്നു. അതിനാൽ 1 മണിക്കൂർ കഴിഞ്ഞ് വീണ്ടും വിളിക്കാമെന്ന് പറഞ്ഞ് കോൾ അവസാനിപ്പിക്കുന്നു. കൃത്യം 1 മണിക്കൂറിന് ശേഷം വീണ്ടും വീഡിയോ കോൾ വരുന്നു. ഇത്തവണ കിഡ്നാപ്പർ സിയോണിനെ ക്യാമറയ്ക്ക് മുന്നിൽ കാണിക്കുന്നു. മാത്രമല്ല അവളുടെ കഴുത്ത് ഞെരിച്ച് കൊല്ലാൻ ശ്രമിക്കുകയും ചെയ്യുന്നു.
ആ കാഴ്ച കണ്ട എല്ലാവരും ഭയന്നു പോകുന്നു. തേജു ദേഷ്യത്തിൽ പൊട്ടിത്തെറിക്കുന്നു. സിയോണിൻ്റെ അമ്മ കരഞ്ഞു തളരുന്നു. അപ്പോൾ കിഡ്നാപ്പർ വീണ്ടും ഒരേ കാര്യം പറയുന്നു. ഞാൻ പറഞ്ഞതുപോലെ എല്ലാം ചെയ്തു, പക്ഷെ നിങ്ങൾ പോലീസിനെ വിളിച്ച് എന്നെ വഞ്ചിച്ചു. ഈ വാക്കുകളാണ് അന്വേഷണ ഉദ്യോഗസ്ഥൻ്റെ ശ്രദ്ധ പിടിച്ചു പറ്റുന്നത്. കോൾ അവസാനിച്ച ഉടൻ തന്നെ കിഡ്നാപ്പർ തേജു ടാക്സി ഡ്രൈവറോട് ഭാര്യയെ തട്ടിക്കൊണ്ടുപോകാൻ ആവശ്യപ്പെടുന്ന വീഡിയോ പോലീസിന് മെയിൽ ചെയ്യുന്നു. ആ വീഡിയോ കണ്ടതോടെ സിയോണിനെ തട്ടിക്കൊണ്ടുപോയ കേസിൽ പോലീസ് തേജുവിനെ അറസ്റ്റ് ചെയ്യുന്നു. തേജുവിനെ കൊണ്ടുപോകുന്നതിനിടെ ഒരു പോലീസ് ഓഫീസർ, അദ്ദേഹത്തിൻ്റെ പേര് ഡോങ്സിക് എന്നാണ്, സിയോണിൻ്റെ വീടിന് പുറത്ത് ഒളിപ്പിച്ചു വെച്ചിരുന്ന ഒരു ഹിഡൻ ക്യാമറ കണ്ടെത്തി അത് എടുത്തു മാറ്റുന്നു. സ്റ്റേഷനിൽ ചോദ്യം ചെയ്യലിനിടെ തേജു ഒരേ ഒരു കാര്യം മാത്രമാണ് പറയുന്നത്. ആ രാത്രി ഞാൻ അമിതമായി മദ്യപിച്ചിരുന്നു, അതുകൊണ്ട് ഒന്നും ഓർമ്മയില്ല. എന്നാൽ പോലീസ് അവൻ്റെ വാക്കുകൾ വിശ്വസിക്കുന്നില്ല. കുറച്ചു കഴിഞ്ഞ് ഒരു പോലീസുകാരൻ മുഖം കഴുകാനായി അവനെ വാഷ്റൂമിലേക്ക് കൊണ്ടുപോകുന്നു. അന്നേരം ആ പോലീസുകാരൻ ഒരു ഫോൺ കോളിലേക്ക് തിരക്കിലാകുന്നു. ആ അവസരം ഉപയോഗിച്ച് രക്ഷപ്പെടാൻ തേജു ശ്രമിക്കുന്നുവെങ്കിലും വിജയിക്കുന്നില്ല. അതേസമയം സ്റ്റേഷനിലെ ലൈറ്റുകൾ പെട്ടെന്ന് മിന്നിമറയാൻ തുടങ്ങുന്നു. പിന്നിൽ നിന്ന് ആരോ തേജുവിനെ വിളിക്കുന്നു. ആ അജ്ഞാതൻ അവനോട് പറയുന്നു, നീ നിരപരാധിയാണെന്ന് എനിക്കറിയാം, പക്ഷേ ഇവിടെ ആരും നിന്റെ വാക്ക് വിശ്വസിക്കില്ല. നീ തന്നെയാണ് നിന്റെ നിരപരാധിത്വം തെളിയിക്കേണ്ടത്. ഇതോടുകൂടിയാണ് എപ്പിസോഡ് 2 ഇവിടെ അവസാനിക്കുന്നത്. നിങ്ങൾക്ക് എൻ്റെ ഈ ചാനൽ ഇഷ്ടപ്പെട്ടുവെങ്കിൽ ലൈക്ക് ചെയ്യൂ, ഷെയർ ചെയ്യൂ, സബ്സ്ക്രൈബ് ചെയ്യൂ. അതുപോലെ നിങ്ങൾക്ക് എന്ത് ഒരു അഭിപ്രായമുണ്ടായാലും അത് ഈ കമൻറ്റ് സെക്ഷനിൽ രേഖപ്പെടുത്താനും മറക്കരുതേ.